ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ടീമിൽ നിർണായക മാറ്റങ്ങൾ. പരിക്കേറ്റ യുവതാരം തിലക് വർമ്മയ്ക്ക് പകരം സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യർ ടീമിലേക്ക് തിരിച്ചെത്തി. 2023 ശേഷം ഇതാദ്യമായാണ് ശ്രേയസ് ഇന്ത്യയുടെ T20 ജേഴ്സി അണിയാനൊരുങ്ങുന്നത്. തിലക് വർമ്മയ്ക്ക് പുറമെ പരിക്കേറ്റ സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദറും പരമ്പരയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. സുന്ദറിന് പകരം മുൻ ലോക 1-ാം നമ്പർ ബൗളർ രവി ബിഷ്ണോയിയെയും ടീമിൽ ഉൾപ്പെടുത്തി. ജനുവരി 21-നാണ് പരമ്പരയിലെ ആദ്യ മത്സരം. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ശ്രേയസ് അയ്യർ T20 ഫോർമാറ്റിലേക്ക് മടങ്ങിയെത്തുന്നത്. 2023 ഓസ്ട്രേലിയക്കെതിരെയാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യക്കായി T20 കളിച്ചത്. എന്നാൽ കഴിഞ്ഞ 2 IPL സീസണുകളിലെയും തകർപ്പൻ പ്രകടനമാണ് ശ്രേയസിന് വീണ്ടും വാതിലുകൾ തുറന്നുകൊടുത്തത്. 2024 കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിച്ച് കിരീടം ചൂടിച്ചു. 2025 പഞ്ചാബ് കിങ്സിന്റെ നായകനായി ടീമിനെ ഫൈനലിലെത്തിച്ചു. കഴിഞ്ഞ സീസണിൽ 604 റൺസാണ് ശ്രേയസ് അടിച്ചുകൂട്ടിയത്. ഈ സ്ഥിരതയാർന്ന പ്രകടനമാണ് തിലക് വർമ്മയ്ക്ക് പരിക്കേറ്റപ്പോൾ സെലക്ടർമാരുടെ ആദ്യ ചോയ്സായി ശ്രേയസിനെ മാറ്റിയത്. നിലവിൽ പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങൾക്കുള്ള ടീമിലാണ് ശ്രേയസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുന്ദറിന് പകരക്കാരനായി ബിഷ്ണോയി. ന്യൂസിലാൻഡിനെതിരായ ആദ്യ ഏകദിനത്തിൽ പന്തെറിയുന്നതിനിടെയാണ് വാഷിംഗ്ടൺ സുന്ദറിന് പരിക്കേറ്റത്. പരിക്ക് സാരമുള്ളതിനാൽ 5 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പര പൂർണ്ണമായും അദ്ദേഹത്തിന് നഷ്ടമാകും. സുന്ദറിന്റെ അഭാവം നികത്താൻ സ്പിന്നർ രവി ബിഷ്ണോയിയെ BCCI തിരിച്ചു വിളിച്ചു. മുൻ ലോക 1-ാം നമ്പർ T20 ബൗളറായ ബിഷ്ണോയ് 2025 ജനുവരിയിലാണ് അവസാനമായി ഇന്ത്യക്കായി കളിച്ചത്. 42 T20 മത്സരങ്ങളിൽ നിന്ന് 61 വിക്കറ്റുകൾ നേടിയിട്ടുള്ള ബിഷ്ണോയിയുടെ വരവ് ഇന്ത്യൻ ബൗളിംഗ് നിരയ്ക്ക് കരുത്താകും. ജനുവരി 21-ന് തുടക്കം. പരിക്ക് മൂലം 2 പ്രധാന താരങ്ങളെ നഷ്ടമായെങ്കിലും ശ്രേയസിനെയും ബിഷ്ണോയിയെയും പോലെ അനുഭവ സമ്പത്തുള്ള താരങ്ങൾ എത്തുന്നതോടെ ടീം ഇന്ത്യ ആത്മവിശ്വാസത്തിലാണ്. IPLലെ മിന്നും ഫോം ശ്രേയസ് രാജ്യാന്തര വേദിയിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.